friends, welcome to Tasty World. ഇന്ന് ഉത്രാടം ദിനത്തിൽ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ പുളിശ്ശേരിയാണ്, മിക്സഡ് ഫ്രൂട്ട് പുളിശ്ശേരി. So let's check out today's recipe. മിക്സഡ് ഫ്രൂട്ട് പുളിശ്ശേരി തയ്യാറാക്കാനായി ആദ്യം ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇതിലേക്ക് 1.5 കപ്പ് അരിഞ്ഞു വച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് മിക്സ് ചെയ്യുക. പൈനാപ്പിൾ അല്പം വഴറ്റിയതിനു ശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് വീണ്ടും വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു ആപ്പിൾ അരിഞ്ഞത്, ഒരു മാമ്പഴം അരിഞ്ഞത്, ഒരു ഏത്തപ്പഴം അരിഞ്ഞത് എന്നിവ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റുക. ഇനി പുളിശ്ശേരിക്കുള്ള അരപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി 2 കപ്പ് ചിരകിയ തേങ്ങ, 2 പച്ചമുളക്, 1 നുള്ളി ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുത്ത് വയ്ക്കുക. ഈ അരപ്പ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഫ്രൂട്ട് മിക്സിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിള വരുന്നത് വരെ വേവിക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഉടച്ചു വെച്ചിരിക്കുന്ന 1 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. അടുത്തതായി താളിക്കാൻ പോകുകയാണ്. ഇതിനായി 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 നുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് മിക്സഡ് ഫ്രൂട്ട് പുളിശ്ശേരിയിലേക്ക് താളിച്ച് ചേർക്കുക. വളരെ വ്യത്യസ്തവും വളരെ രുചികരവുമായ മിക്സഡ് ഫ്രൂട്ട് പുളിശ്ശേരി തയ്യാറായിരിക്കുന്നു. ഇത് നിങ്ങൾ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നാളെ തിരുവോണം സ്പെഷ്യൽ വീഡിയോ ആണ്. രാവിലെ 10 മണിക്കായിരിക്കും അപ്ലോഡ് ചെയ്യുക. സോ സീ യു ടുമോറോ.